അയ്യോ നട്ടരി ഓടി വന്നേ സിനിമയ്ക്ക് ഇറങ്ങാൻ പറ്റണല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇനി ഞങ്ങൾ ഫാമിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നൊരു യാത്രയുണ്ട്. അപ്പോൾ യാത്ര എന്താണെന്ന് നമുക്ക് വഴിയേ പറയാം കേട്ടോ. ഈ സ്ഥലം ആർക്കെങ്കിലും മനസ്സിലായോ? ഈ കാണുന്ന ഒരു പാലാണ്, മാർത്തോണ്ടം പാലം. അതിന്റെ കീഴിലാണ് കാണുന്ന പാർക്ക്, അബ്ദുൽ കലാം പാർക്ക്. ചെങ്ങനാട് ഗ്രാമപഞ്ചായത്ത് APJ അബ്ദുൽ കലാം പാർക്ക്. എങ്ങനെയുണ്ട് ഈ വ്യൂ ഒക്കെ? അടിപൊളിയല്ലേ? നമ്മുടെ പെരിയാറിലെ ചില സമയങ്ങളിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ട്, ഇതുപോലെ യാത്ര ഉള്ളത് നല്ലത് അല്ലേ അച്ഛാ? അപ്പൊ ഇന്നലത്തെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ കർണാടകയ്ക്കാണ് പോയത്. കാലത്ത് ഒരു 8:30 ആയപ്പോ ചായ എടുത്തോ. ചായയും പിന്നെ അട ഉണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനാണെങ്കിൽ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് എന്ത് ബിസ്ക്കറ്റ് എന്നുള്ള അറിയില്ല, എന്നാലും കൊള്ളാട്ടോ, ടേസ്റ്റ് ഉണ്ടല്ലേ. എന്നിട്ടോ ശനിയാഴ്ച കാലത്ത് ഞാൻ ഒരു 8:30 ആയപ്പോൾ ആലുവയിൽ നിന്ന് സേലത്തേക്ക് ട്രെയിൻ കയറി. അതുകൊണ്ട് ഒരു 6:30 ആയപ്പോഴേക്കും സേലത്തെത്തിയില്ല. ഏകദേശം ഒരു 352 കിലോമീറ്ററോ 360 കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല യാത്രയായിരുന്നല്ലേ? സാധാരണ നമ്മൾ പോണത് എന്താ പറയാ, കാറിനാണ് പോണത്. ഇന്നലെ പറ്റിയില്ല അല്ലേ? കാറിന് യാത്ര നമുക്ക് അത്ര സുഖാവില്ല, കാരണം അത്രയും ദൂരം ഉള്ളതുകൊണ്ടേ കുറഞ്ഞതൊരു 4000 രൂപ പെട്രോൾ വേണ്ടി വരുന്നു. 3000 രൂപ എങ്കിലും വേണം, 3000-3500 എങ്കിലും വേണം. അതെയോ? അപ്പ് ആൻഡ് ഡൗൺ വേണ്ടേ? എന്നിട്ട് ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞ്. ഇന്നലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പറഞ്ഞ ട്രെയിന് ചിന്താമണിക്ക് പോയത്. അതായത് ചിന്താമണി വരെ ഒന്നും ട്രെയിൻ ഇല്ല, ഒന്നുകിൽ ബാംഗ്ലൂർ വരെ ട്രെയിൻ, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിന് ചിന്താമണി മാർക്കറ്റ് പ്രത്യേകത ആന്ധ്ര ഭാഷ സംസാരിക്കുന്നവരുണ്ട്, പിന്നെ കന്നഡ സംസാരിക്കുന്നവരുണ്ട്, തെലുഗു സംസാരിക്കുന്നവരുണ്ട്, തമിഴ് സംസാരിക്കുന്നവരുണ്ട്, മലയാളം സംസാരിക്കുന്ന ഞാൻ മാത്രമാണ്. സാധാരണ നമുക്കിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ അങ്ങനെ ഫുഡൊന്നും വാങ്ങിച്ചു തരില്ലല്ലോ. പക്ഷെ നമ്മുടെ ഒരു കൗ ഡീലർ ഉണ്ട്, അതായത് കൗ സെയിൽ ചെയ്യുന്ന ആള് ആണ് നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നത്. പുള്ളിക്ക് നല്ല ഹോൾഡുള്ള, അതായത് ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് കൗ സെല്ലറാണ് പുള്ളി. ശക്തി കൗ ട്രേഡേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അയാളാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അയാൾ നമുക്കുള്ള ഫുൾ എക്സ്പെൻസ് സാധാരണ ചെയ്യും. അപ്പോൾ ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക്, സാധാരണ പാലക്കാട് നിന്ന് 2 പേര് വേറെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്നലെ അവർ വന്നില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പുള്ളിക്ക് എല്ലാം ഒന്നും മാനേജ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ പുള്ളി വേറൊരു തമിഴരായിട്ടുള്ള ആളുകളെ അവർ കാരണമാണ്, അപ്പോൾ അവരെ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ അവരായിരുന്നു എനിക്ക് ഫുൾ ചെലവ്. തമിഴ്നാട് ഒസൂർ എത്തുന്നതിന് മുമ്പ് കർണാടക തമിഴ്നാട് ബോർഡറൊക്കെ വെച്ച് നമുക്ക് ഫുഡ് വാങ്ങിച്ചു തന്നു. തേക്കല വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പാത്രം, തേക്കല പോലത്തെ ഒരു ഇലയേട്ടാ. ഈ തേക്കല തന്നെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്കത് കണ്ടപ്പോൾ തേക്കലായിട്ട് തോന്നി. എന്നിട്ട് ആ പാത്രത്തിലാണ് ബിരിയാണി എന്ന് പറഞ്ഞു, മഞ്ഞ കളറുള്ള ചോറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. കാരണം ശരിക്കും നമ്മുടെ ഈ മന്തിയൊക്കെ ഇല്ലേ, ഏതാണ്ട് ആ മന്തി പോലത്തെ ഒരു സംഭവം, ചിക്കൻ. എന്നിട്ട് പിന്നെ എക്സ്ട്രാ ചിക്കൻ ഡ്രൈ ഫ്രൈ വാങ്ങിച്ചു. പിന്നെ അത് വേണോ ഇത് വേണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു പിന്നെ നമ്മള് ഈ പറയുന്ന ആളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണം. അതിനുശേഷം ഞാൻ അത് പുള്ളി തന്നെ സേലം സ്റ്റേഷൻ അതായത് മറ്റേ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കി. ഞാൻ തിരിച്ചുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല, ഇവിടെ നിന്നുള്ള ട്രെയിൻ ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മറ്റേ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ നേരെ കയറിയത് സ്ലീപ്പറിലേക്ക് കയറി. സ്ലീപ്പറിൽ കയറി നമ്മുടെ മറ്റേ TTR കണ്ടിട്ട് ടിക്കറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം എന്ന് വെച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാവപ്പെട്ട ഒരു എന്താ പറയുക, ഒരു തമിഴരായിട്ടുള്ള അപ്പച്ചനെയും അമ്മച്ചനെയും TTR കുടഞ്ഞുകൊണ്ടിരിക്കുക ഭയങ്കര. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തിരുപ്പതിയിൽ നിന്ന് ട്രെയിൻ കയറാറുണ്ട്. അപ്പോൾ തിരുപ്പതിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് വന്നിട്ട് ലോക്കൽ സൈഡിലാണ് വന്നിട്ടാണ് ഈ പറഞ്ഞ ട്രെയിൻ കയറേണ്ടത്. ഇവര് വന്നപ്പോൾ തന്നെ ട്രെയിൻ വന്നു. അപ്പോൾ പിന്നെ ടിക്കറ്റ് എടുക്കാൻ നിന്നില്ല, ഒറ്റയടിക്ക് ഓടിക്കയറി. കുറേ നേരം കഴിഞ്ഞു ഏകദേശം സേലം എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ TTR വരെ കാണും. TTR നോക്കുമ്പോൾ ഈ പറയുന്ന അപ്പച്ചൻ്റെ അടുത്ത് അമ്മച്ചെടുത്തും ടിക്കറ്റ് ഇല്ല. അപ്പം തന്നെ പിടിച്ചു. അതുകൊണ്ട് പറഞ്ഞു ഇപ്പം തന്നെ ഫൈൻ അടയ്ക്കണം, 1000 അടയ്ക്കണം. അന്ന് 1051 അങ്ങനെ അടയ്ക്കാം. ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു സാർ എനിക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാമെന്ന് വെച്ചപ്പോൾ അതിനെന്താ സാർ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര എളിയ മനോഭാവം. പക്ഷെ ഈ ഒരു പാവങ്ങളുടെ ഈ പാവങ്ങളുടെ അടുത്ത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നിട്ട് ഈ ഒരു TTR എന്നെ ഇയാളുടെ സൈഡ് ഓടിക്കുകയാണ്. ഇത് കണ്ട് സാർമാർ കാണിക്കുന്ന കള്ളത്തരാന്നൊക്കെ പറഞ്ഞു. സാർ പാവങ്ങളാ സാർ എന്നൊക്കെ പറഞ്ഞ അവസാനം എന്നിട്ട് അങ്ങോട്ട് 800 രൂപ വാങ്ങിച്ചു. അതായത് ഫൈനായിട്ട് 2 പേരെയും കൂടി 800 വാങ്ങിച്ചു. എന്നിട്ട് അപ്പം പിന്നെ ഞാൻ ഇവർക്ക് വേണ്ടി ജസ്റ്റ് സംസാരിച്ചു, സാർ കുറച്ച് ഏജ്ഡ് ആണ്, അപ്പോൾ അവരൊന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 800 ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഈ ഒരു തമിഴര് അവർ ഈറോഡുകാരാ, ഒരു 60-65 വയസ്സുണ്ടാവും. അവർ തിരുപ്പതി പോയതാ. അപ്പോൾ അവിടുത്തെ ലഡു ഉണ്ട് കേട്ടോ, ഇത്ര ഉണ്ടോ,
അതെന്റെ കയ്യിലുണ്ട്. ഇന്നലെ രാത്രിയിലാണ് വന്നത്. അപ്പൊ എന്റെ തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാധാരണ നമ്മുടെ കടയിൽ കിട്ടുന്ന ലഡുവിന്റെ കളറോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഈ തിരുപ്പതി ലഡുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പല വീഡിയോകളിൽ കാണിച്ചിട്ടുള്ള പൂങ്കാനൂർ പശുവിന്റെ പാലിൽ നിന്ന് എടുക്കുന്ന നെയ്യ് കൊണ്ടാണ് ഈ പറയുന്ന തിരുപ്പതി ലഡു ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലഡു ഇത്ര ഉണ്ടോ ലഡു, ഈ ഒരു ലഡുവിന് 50 രൂപ, ഒറ്റ ലഡുവിന് 50 രൂപ. അപ്പൊ ഈ ചേട്ടനാണെങ്കിൽ 12×5 600 രൂപ കൊടുത്തിട്ട് 12 എണ്ണം വാങ്ങിച്ചു. അപ്പൊ എന്നോടുള്ള സന്തോഷം കൊണ്ട് അതിൽ ഒരെണ്ണം എനിക്ക് പാക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങണം പ്ലീസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇനി ഞാൻ എടുത്ത് തിന്ന് ഇനി ഇവരാരെന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോ ഞാൻ ഈ ട്രെയിനിൽ വെച്ച് തിന്ന് ഞാൻ എങ്ങനെ മയങ്ങി വീണേ ഞാൻ. അപ്പൊ ഞാൻ കുളിച്ചിട്ടില്ല ചേട്ടാ, ഞാൻ കുളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നേരെ ഫാമിൽ നിന്നുള്ളവൻ, മാർക്കറ്റിൽ നിന്നുള്ളവൻ, കുളിച്ച് വൃത്തിയായിട്ട് മാത്രം ഇത് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അത് പാക്ക് ചെയ്ത് വെച്ചു. ഈ പറയുന്ന വീഡിയോ തന്നെ ഈ സാധനം കാണിക്കാം കേട്ടോ. ഈ കാണുന്ന ബിസ്ക്കറ്റിൽ കപ്പലണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ബിസ്ക്കറ്റ് എന്നാ പറയണേ. ഇതിപ്പോ എന്താ ഏത് തരത്തിലുള്ള ബിസ്ക്കറ്റ് എന്നറിയില്ല. എന്താ പറയാ, ചെലവെന്ന് പറഞ്ഞാ സാധാരണ രീതിയിലുള്ള ചെലവ് പറയാം, ഇന്നലത്തെ ചെലവും പറയാം. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടല്ല ഈ പറഞ്ഞ കർണാടകയിൽ പോണത്. ഇനി നമ്മൾ പോകാൻ പോണത് പഞ്ചാബാണ്. സാധാരണ ഞാൻ ഈ പറയുന്ന കർണാടകയ്ക്ക് പോവാറ് നേരെ ആലുവയിൽ നിന്ന് എൻ്റെ കാർ എടുത്തിട്ട് നേരെ ഞാൻ പാലക്കാട് ക്ഷീര ഡയറി ഫാം പോകും. ഇത് പാലക്കാട് കണ്ണന്നൂർ എന്ന സ്ഥലമുണ്ട്. ഇപ്പൊ പാലക്കാട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കൊച്ചി തന്നെയാണ്. ഇത് നമ്മുടെ ആലുവ തന്നെയാണ്. ആലുവ എറണാകുളം ആ ഒരു ഏരിയയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അതിപ്പോൾ എത്ര പൊടിയാണ് എത്ര ചൂടാണെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഈ പറയുന്ന ആലുവയും എടപ്പള്ളി കൊച്ചി ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. സെക്കൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പാലക്കാടാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ ഒരു മിക്ക സ്ഥലങ്ങളും ഞാൻ കറങ്ങിയിട്ടായിരിക്കും കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും, ദൈവം ഇങ്ങനെയൊക്കെ സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ പാലക്കാട് ഈ കണ്ണന്നൂരുള്ള ക്ഷീര ഡയറി ഫാമുകാരായിട്ട് എന്താ പറയുക ഒരു കൊളാബറേഷൻ ഉണ്ട്, നമുക്കൊരു ബിസിനസ് കൊളാബറേഷൻ ഉണ്ട്. അവരായിട്ട് ആണ് ഞങ്ങൾ ചിന്താമണിക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരു MGയുടെ നെസ്റ്ററാണോ എന്ന് പറയുമ്പോൾ ആ ഒരു കാറുണ്ട്, നല്ല വലിയ കാറാണ്. അപ്പോൾ അതിൽ ഒരു കാലത്ത് ഒരു 10 മണിക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ രാത്രി ഒരു 9-9:30 ആകുമ്പോഴേക്കും ഈ പറയുന്ന ചിന്താമണി മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ലോഡ്ജ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി അവിടെ ഓൾറെഡി ഈ പറയുന്ന ആൾക്കാർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മളവിടെ ചെല്ലുക, അവരും ഉണ്ടാവും. അതുകൊണ്ട് കിടന്നുറങ്ങാം. കാലത്ത് ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേക്കാം, ഒരു 5 മണിയാകുമ്പോഴേക്കും മാർക്കറ്റിലെത്താം. ഇതാണ് പടി. അപ്പോൾ നമുക്ക് വലിയ ചിലവെന്ന് പറഞ്ഞാൽ പിന്നെ ഫുഡ് ഫ്രീ ആണ്. എൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഫുഡ് കഴിച്ച് മരിക്കും നമ്മൾ ഇഷ്ടം പോലെ. ഇത് ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ആ ഒരു കൗഡീലർ ശക്തി എന്ന് പറഞ്ഞാൽ ആ പുള്ളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫ്രൂട്ട്സ് കട്ടിങ് ഇങ്ങനെ ചറവറ, മീൻ കല്ലിൽ പൊള്ളിച്ചത്, ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്തത്, എന്താ പറയുക, നമുക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ ഒട്ടന്നെ റെഡിയാണ്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അത് വാങ്ങണ്ട ഇത് വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. കാരണം വെച്ചാൽ പുള്ളിയുടെ ആ ഒരു രീതി അങ്ങനെയാണ്. ഇടയ്ക്ക് അമ്മ വിളിച്ചത് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ വാട്സപ്പ് കോള് വിളിക്കും. അമ്മ ഞാനേ ഇച്ചിരിയും വിളിക്കട്ടോ അമ്മ കേട്ടാ. ഞങ്ങളിപ്പോ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കാം. ഇതാണ്ട ഫാമിലി വ്ലോഗ് ക്യാമറ തിരിച്ചു മമ്മിന് ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ കാണുന്നതാണ് വെള്ളം. ഇതാ ഈ കാണുന്നത് പുഴ നമ്മുടെ. എന്താ പറഞ്ഞേ? സ്ഥലം നമ്മുടെ വീടിൻ്റെ അടുത്ത് ആലുവപ്പുഴ. സ്ഥലം ആലുവപ്പുഴ നമ്മുടെ വീടിന് തൊട്ടടുത്താ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാറിൽ അടിക്കുന്ന അല്ലെങ്കിൽ ബൈക്കിനാണ് പോകണമെങ്കിൽ ബൈക്കിൽ അടിക്കുന്ന ആ പെട്രോൾ ചെലവ് മാത്രമേ എനിക്ക് വരാറുള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പോൾ കാറിലാണെങ്കിൽ തന്നെ ഒരു 1300 1400 പെട്രോൾ. പിന്നെ ബൈക്കിനാണെങ്കിലും 300-350 മതിയാവും. ബാക്കി എല്ലാ ഫുൾ ചെലവ് ഈ പറയുന്ന അവരാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിനോടൊരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് കേട്ടോ. പിന്നെ ഈ തിരുപ്പതി ലഡു ഞാൻ കാണിച്ചു തരാം. സൂപ്പറാണ്. അത് ഞാൻ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ സേലത്തുനിന്ന് മാടിനെ കയറ്റുന്ന വണ്ടിയിൽ കൊണ്ടുപോയി. അയ്യോ അത് രക്ഷമാണ്. മീൻസ് അതായത് വലിയ ഐഷർ വണ്ടിയില്ലേ, അപ്പൊ അതില് കയറി ഇരുന്നേവ ഇങ്ങനെ ഒരു ജർക്കിങ് ആണ്. ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഉറങ്ങി വരുമ്പോഴേക്കും ഇങ്ങനെ പെട്ടെന്ന് ഒരു ചാട്ടം. അപ്പൊ ചാടി ഇങ്ങനെ ഇരുന്നേക്കും
അങ്ങനെ പിന്നെ ഒച്ചയും ബഹളവും ഒക്കെയാണ്. പിന്നെ അണ്ണന്മാരാണ്, അപ്പൊ അവരിങ്ങനെ ഭയങ്കര സംസാരം. എവിടേക്കോ അല്പം ഉറങ്ങി, എവിടേക്കോ ഉറങ്ങിയില്ല, അങ്ങനെയൊക്കെയാണ് പോയത്. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ്, രാവിലെ എന്നും എണീക്കണേക്കാളും കുറച്ചും കൂടി നേരത്തെ എഴുന്നേറ്റ്, കാരണം എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാം തലയിലേക്ക് വെച്ചിട്ടാണ് പോയത്. കാരണം സാധാരണ ഞാൻ എത്ര വീഡിയോ എഡിറ്റ് ചെയ്തു? ഒരു 5 വീഡിയോ ഒരു ദിവസം എഡിറ്റ് ചെയ്തിട്ട് 5 വീഡിയോയില് ഈ MS 2 ഫേസ്ബുക്ക് ചാനലുണ്ട്, പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, പിന്നെ യൂട്യൂബ് ഉണ്ട്, എല്ലാം കൂടെ എഡിറ്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൊച്ചിനെ നോക്കണം. കൊച്ചു പറയും എനിക്ക് അപ്പടി ബോറടിക്കണു, എന്റെ അച്ഛനെ വിളിക്കുന്നു പറഞ്ഞ് ഭയങ്കര വിഷമായിരുന്നു. ആള് ഭയങ്കര ശോകമായിരുന്നു കേട്ടോ. എനിക്ക് ആരും കൂട്ടുകൂടാനില്ലാതെ നമുക്ക് ഇത് വർക്ക് ചെയ്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇടയ്ക്ക് എന്താ പറയാ അവന്റെ കൂടെ കളിച്ചു. പക്ഷെ അവന് അച്ഛനില്ലാത്തോണ്ട് യാതൊരു ഇടി വെട്ടി, രാത്രി മഴ ഇടി വെട്ടി. പിന്നെ പറയണ്ട, ഷെറിൻ ഭയങ്കര പേടിച്ചു പറഞ്ഞു എന്റെ അച്ഛനെ ഇപ്പൊ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളം. ഞാൻ പറഞ്ഞു അമ്മ കൂടെ ഉണ്ടല്ലോ, അത് അത് നടക്കില്ല, അച്ഛനെ ഇപ്പൊ വിളിക്കുന്നു പറഞ്ഞ് അന്ന് രാത്രി ഇടി വെട്ടി. ഇപ്പൊ അച്ഛനെ വിളിച്ചു. അച്ഛനാണെങ്കിൽ ലോറിയിലായിരുന്നു. ആ ഒരു മാടിനെ കയറ്റുന്ന വണ്ടി. അപ്പൊ ഞാൻ ഒന്നാമത്തെ അതിനകത്ത് ഫുള്ള് ഇരുട്ടാണ്. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നിട്ട് വീഡിയോ കോൾ ചെയ്യിച്ചത് എടാ ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് ഒന്നും സമ്മതിക്കില്ല. പിന്നെ ഒരു വിധത്തിൽ വീഡിയോ കോൾ ചെയ്തു. എന്നിട്ട് രാത്രിയിൽ എന്നെ ഉറക്കിയിട്ടില്ല. ഭയങ്കര കിടന്നുറങ്ങിയപ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആള് അച്ഛയുടെ കൂടെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങണേ. ഇന്നലെയും കണ്ടില്ല, ഇന്നലെ രാത്രിയും കണ്ടില്ല. അപ്പൊ ഇന്നലെ രാത്രി എന്നോട് ചോദിച്ചു വരൂടാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ എന്നിട്ട് എന്താ പറയാ, രാവിലെ നേരത്തെ എഴുന്നേറ്റപ്പോ ആള് തൊട്ടടുത്ത് കിടപ്പുണ്ട്. ആശ്വാസമായി. പിന്നെ ആള് നല്ല കൂർക്കം വലിച്ചു. ഇന്നും കൂടെ കണ്ടില്ലായിരുന്നെങ്കിൽ നേരെ ഞാൻ അങ്ങോട്ട് വണ്ടി പിടിച്ച് വന്നേരെ. ഇപ്പോഴാണ് ഞാൻ ഈ സ്ഥലം ശ്രദ്ധിക്കണേ കേട്ടോ. അതിനകത്ത് ചായക്കടയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ദിവസം നമുക്ക് വരാം. 7 PM വരെ ഉണ്ട്. അപ്പൊ പറ്റാണ്ട് ഇന്ന് തന്നെ നമുക്ക് വൈകിട്ട് ദിവസം വരാം. കളിക്കാനൊക്കെ സാറൊക്കെ ഉണ്ടല്ലേ? അതെ അതെ, അവനാണ് ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടം. നല്ല സീനറി ഉണ്ട് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് വൈകിട്ട് പറ്റാണെങ്കിൽ വരാം. പിന്നെ നാളെ അവനൊരു ഫംഗ്ഷൻ ഉണ്ട്. നാളെ എന്താ പരിപാടി? അങ്ങനെ ഷെർവിൻ നേഴ്സറി കഴിഞ്ഞ് ഇനി 1ാം ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങും. 1ാം ക്ലാസ് നേഴ്സറി അല്ല, UKG LKG അല്ല, LKG UKG അല്ലേ? അത് നേഴ്സറിയാണ് അവർക്ക്. ഓക്കെ. അപ്പൊ അതിന്റെ എന്താ പറയാ, ഈ പറയുന്ന നേഴ്സറിയിൽ പക്ഷെ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ വല്ല ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അവര് പഠിക്കുന്നത്. ഞാനിതൊക്കെ പഠിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ, പ്രത്യേകിച്ച് സൺഡേയുടെ സ്പെല്ലിങ്, മൺഡേയുടെ സ്പെല്ലിങ്, ഈ സംഭവമൊക്കെ നമ്മള് എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെയാണ് ഈ UKG പഠിക്കാൻ കൊച്ചിനെ പഠിക്കുന്നത്. എന്തായാലും ആള് പഠിക്കുന്നുണ്ട്. ബെസ്റ്റ് സ്റ്റുഡന്റ് കഴിഞ്ഞ തവണയാണ്. ഈ തവണ എങ്ങനെയാന്ന്? തവണ ആള് ഇച്ചിരി ഉഴപ്പാണ്. ആള് എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ച് കളിക്കാനുള്ള ഒരു ടെൻഡൻസി എടുക്കും. സാരമില്ല, ഞങ്ങളും അങ്ങനെ വിട്ടേക്കും അവന്റെ ഇഷ്ടത്തിന് വേണ്ടി. ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു പാർക്കിൽ നമുക്ക് എന്തെങ്കിലും പരിപാടിക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഫോർ ഇവന്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ. ആ കാണുന്ന മണ്ഡപത്തിലൊക്കെ അല്ലേ? ആ ഒരു മണ്ഡപത്തിലൊക്കെ നമുക്ക് അവിടെ നടത്താം. എന്തെങ്കിലും കുട്ടികളുടെ പരിപാടിയോ അല്ലെങ്കിൽ മറ്റു ഫാമിലി പരിപാടികളോ ചെറിയ പരിപാടിയൊക്കെ നടത്താൻ അടിപൊളി കേട്ടോ. ഞാനിപ്പോഴാണ് ശരിക്കും ഇവിടെ ഈ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്തോട്ടെ എന്തായാലും. അതായത് ആലുവപ്പുഴയുടെ ഒരു ഭംഗിയും ഒക്കെ ഒന്ന് കണ്ട് നമുക്ക് ഇവിടെ നല്ല സെറ്റ് ആയിട്ടിരിക്കട്ടാ. ഇത്തരത്തിലൊരു പാർക്ക് ഉണ്ടെന്ന് അറിഞ്ഞ് തന്നെ അത് വ്യക്തമായിട്ട് അറിഞ്ഞത് ഇപ്പോഴാണ് തോന്നുന്നത്. പക്ഷെ വീട്ടടുത്താണെങ്കിൽ പോലും ഇങ്ങനൊരു പാർക്കിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടായില്ല. ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ആയിട്ട് ചെറിയൊരു എന്താ പറയാ ഒരു പാടവും പിന്നെ 1-2 മാവൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കട്ടെ, കാരണം ഇപ്പൊ സ്റ്റാൻഡ് വെച്ചേക്കാണ്. ഞാൻ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ പണിപാളും. ഇപ്പൊ നല്ല വെയിലാണ്. ഈ വെയിലത്ത് ഭയങ്കര ചൂട്, മാവുണ്ട്. ചൂടത്ത് ഇവിടെ ഇരിക്കാൻ നല്ല ശരിക്കും നല്ലൊരു ഭംഗിയുണ്ട്. കാരണം കുറച്ച് പഴയ മാവാണ്, ഇച്ചിരി ചെതലൊക്കെ തിന്നിട്ടുണ്ട് ഈ മാവ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് സംഭവിച്ചത്, ഞാൻ എൻ്റെ മുടി ഒന്ന് വെട്ടി. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ മാസം മുടി വെട്ടുന്നു. ഞാൻ ചെറുതായിരുന്നപ്പോൾ അമ്മ പറഞ്ഞിരുന്നത് 6 മാസം കൂടുമ്പോൾ മുടി വെട്ടാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പറ്റടിക്കും. ഞാൻ പറയും അമ്മ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറയും. ഇതിങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ ഇത് ഇവിടെ മൊത്തം പഠിച്ചു കളഞ്ഞിട്ട് ഇവിടെ മാത്രം വെക്കുക, അന്നത്തെ സ്റ്റൈല്. അപ്പൊ അമ്മ എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അയാളടുത്ത് പറയും ഇവിടെയൊക്കെ ഫുള്ള് വെട്ടി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ പറയും, ഓ ഇപ്പൊ എന്റെ മോനെ കാണാൻ നസീറിനെ പോലെയുണ്ട്. അന്നത്തെ ഹെയർ സ്റ്റൈലൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം.
ശരി, അപ്പോൾ എന്തായാലും മുടി വെട്ടുന്ന സീനൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. പിന്നെ ആ ഒരു കടയിലെ ആ ഒരു ഓണറായിട്ട് എൻ്റെ ഒരു എന്താ പറയുക, ഒരു സുഹൃത്ത് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് അവർ. അപ്പച്ചൻ്റെ കൂട്ടുകാരനും എന്താ പറയുക, ഒരു പണ്ട് എനിക്കൊരു 6 വയസ്സുള്ളപ്പോഴോ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ആ ചേട്ടനെ കാണുന്നത്. ഇത് ഞാൻ കാണുന്നത്, എൻ്റെ അപ്പനതിന് മുമ്പ് കാണുന്നതാണ്. ആ ചേട്ടൻ്റെ അബ്ദുള്ളക്ക എന്ന് പറയും, അബ്ദുള്ളക്കയുടെ മകനാണ്. മകൻ്റെ സലൂണിൽ പോയിട്ടാണ് വെട്ടണത്. അടിപൊളിയായിട്ട് വെട്ടണം കേട്ടോ അല്ലേ. ചെറിയ രീതിയിൽ സ്പൈക്ക് അടിക്കാൻ പറഞ്ഞു, ചെറിയ രീതിയിൽ വെച്ചിട്ടുള്ളൂ, നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോ നമ്മുടെ കൊച്ചറി ഈ കഴിഞ്ഞാണ് കൊച്ചിൻ്റെ കൂടെ ഞാൻ വെട്ടിയല്ലേ. ഒറ്റയടിക്ക് പെട്ടെന്ന് ഇവിടെ വലുതായി. കാറ്റടിക്കുമ്പോ ആകെ ഒരു ഇങ്ങനെ വിബ്രഞ്ചിച്ച് അതെ, മുടിയൊക്കെ പോയി. ഇനി ഞങ്ങളൊരു സംഭവം കാണിച്ചു തരാം, കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. കാണിക്കാം. ശരി, അപ്പൊ കാണിച്ചല്ലോ നമ്മുടെ തിരുപ്പതി ലഡു. യെസ്, ഇതാണ്. ഇത്രയും വലിപ്പമുണ്ട്. ആ അണ്ണനും ഭാര്യയും വളരെ സ്നേഹത്തോടെ എനിക്ക് തന്നാട്ടാ, കഴിച്ചോ എന്ന്. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു. കുളിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ നമ്മൾ ട്രെയിനിൽ വെച്ച ഒരാള് ഭക്ഷണം തരുമ്പോ അങ്ങനെ നമ്മള് അങ്ങനെ കണ്ണുപൂട്ടി വിശ്വസിക്കരുതല്ലോ. ഇതില് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട സംഭവം ഇതെന്ന് പറഞ്ഞ പൂങ്ങാനൂർ പശുവിന്റെ നെയ്യും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോ പൊട്ടിച്ചിട്ടില്ല, ഇന്നലെ രാത്രിയിൽ വെച്ചു. അപ്പൊ ഇന്നൊന്ന് വീഡിയോ എടുത്തൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇപ്പൊ നല്ല സ്മെല്ലുണ്ട് കേട്ടോ, ഒരു പാലിന്റെ സ്മെല്ലൊക്കെ ഉണ്ട്. ശരിക്കും ഒരു പേടയുടെ സ്മെല്ല്. അപ്പൊ ഇതാണ്. ഇതിന് വലിയ കളറൊന്നുമില്ല, സാധാരണ ലഡു പോലെയല്ല. അങ്ങനെ കളർഫുൾ ഒന്നല്ല. അതെ, ഇതിപ്പോ ഇതിന്റെ കാഷ്നട്ട് ഉണ്ട്, മുന്തിരി ഉണ്ട്, ഏലക്കയുണ്ട്. പിന്നെ അങ്ങനെ പുറത്തെടുത്തപ്പോ തന്നെ ഒരല്പം എടുത്ത് കഴിച്ചു നോക്കി. ഇതെങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് കഴിക്കണേ. പാത്രം എടുത്തില്ലായിരുന്നു. പാത്രം എടുത്തില്ല. അതെ, ഈ സമയം ഞങ്ങള് മുടിയൊക്കെ വിട്ടു കഴിഞ്ഞപ്പോ പാത്രം എന്താണ് ഞാൻ കഴിച്ചു നോക്കാവേ. എങ്ങനെയുണ്ട്? സാധാരണ ലഡുവിന് വലിയ മധുരം അങ്ങനെയൊന്നുമല്ലല്ലോ. മധുരമില്ല, ഇത് പായസല്ലേ, പായസത്തിന്റെ ടേസ്റ്റ്. അടിപൊളിട്ടാ, പായസത്തിന്റെ ടേസ്റ്റ് ആണ്. സൂപ്പർട്ടാ, അടിപൊളി. ഈ സാധനം 50 രൂപയോടെ. അതെ, നല്ല അതേ മധുരം ഒന്നുമില്ല, പാകത്തിന് മധുരവും ഏലക്കയുടെ ടേസ്റ്റും കാഷ്നട്ടിന്റെ ടേസ്റ്റും. എനിക്കൊന്ന് മൊത്തത്തിലൊരു പായസത്തിന്റെ ഒരു ടേസ്റ്റ് ആണിത്. അങ്ങനത്തെ ഒരു മോഡല്ലേ. പിന്നെ നെയ്യ് ഉണ്ട് കേട്ടോ, നെയ്യാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ക നെയ്യ. ഞാൻ കഴിക്കാൻ പോണ എങ്ങനെയാണ്? സൂപ്പർ ആയിട്ടുണ്ടല്ലേ. മധുരം കഴിക്കരുത് ദൈവമേ, അങ്ങനെ ആഗ്രഹിച്ചാൽ പോലും ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ പറ്റില്ല. ആള് കഴിച്ചോടെ ഒന്ന് കഴിച്ചു നോക്കാം. ഒരു എന്താ പറയാ, സാധാരണ ലഡു കഴിക്കുമ്പോ ഒരു എന്താ പറയാ കുത്തലായിരുന്നു നോക്കില്ലേ. സൂപ്പർ, അടിപൊളി. ഇതിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ശരി, അപ്പൊ ഇതാ നമ്മുടെ ബാക്ക് സൈഡിലുള്ള പാടവും കാഴ്ചകളൊക്കെ കണ്ടല്ലോ. നമ്മുടെ വീടിന്റെ ഒരു 150 മീറ്റർ, 150 മാക്സിമം 200 മീറ്റർ അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഉണ്ട്, ഓക്കെ അല്ലേ. ആണെങ്കിൽ നാളെ കുട്ടി അവിടെ സ്പീച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് വീഡിയോ ആക്കി മാറ്റാം അല്ലേ. അടുത്ത വീഡിയോയിൽ ഇടുന്നായിന്ന് പറയണ്ട, കാരണം ടീച്ചർ സമ്മതിച്ചില്ല. എന്ത് ടീച്ചർ സമ്മതിക്കും. ഓക്കെ, ടീച്ചർ സമ്മതിക്കും അല്ലേ. ശരി, അപ്പൊ നമുക്ക് അറിയാവുന്ന ആളുകള് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങള് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഫാമിലി ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റു ഫാമിംഗ് ചാനൽ കണക്കല്ല, ഫാമിലി ചാനലിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണിക്കുന്നുണ്ട്, പലയിടത്ത് പോകുന്ന കാണിക്കുന്നുണ്ട്, പലരെ മീറ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ടാവും. നമ്മളെ കൊണ്ട് കാണിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.